വെൽക്കം ടു തരാശ. ഞാനാണ് നതാശ. ഞാൻ തെരേസ. നമ്മൾ ഇന്ന് പുതിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണ്. അതിന്റെ പേരാണ് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തരാശ. നമ്മളിപ്പോ ഇന്ന് യൂട്യൂബിലൊക്കെ കണ്ടുവരുന്ന സെയിം ചലഞ്ച് ചെയ്യാൻ പോവാണ്. ബിഗ് ലയർ ചാലഞ്ച്. അതെ, വീഡിയോയിലോട്ട് പോവാം. ഓക്കെ ആദ്യത്തെ സാധനം എടുക്കാം. ഓക്കല്ലേ? അതല്ലേ എന്റെ കയ്യില് ലേസ് ആണുള്ളത്. ഓക്കെ, ലേസിന്റെ കാര്യങ്ങൾ കൂട്ടി ലേസിന്റെ പാക്കറ്റല്ല. ഓക്കെ, എനിക്ക് തോന്നുന്നു എനിക്ക് അറിയാം. കണ്ണാടി കൂടെ കാണുന്നു. ഇല്ല, കാണത്തില്ല. ഇത് ലേസാ ആണോ? അല്ല. ഇനി എന്നോട് ചോദിക്കേ, എന്താ നിന്റെ അടുത്ത്? സ്പ്രേ സ്പ്രേ അടിക്കണോ? സ്മെല്ലില്ലാത്ത സ്പ്രേയാ? സ്മെല്ലുണ്ട്, വരാൻ സമയം എടുക്കും. മിസ്ക മണ്ണാണ്ട. ഇനി ലേസ് പറഞ്ഞത് തിന്നെ. ലേസ് കിട്ടുന്ന സൗണ്ട് ഇല്ലാതെ ഇന്നലെ ട്രെയിനിൽ വെച്ച് പൊടിച്ച് ഓറഞ്ച് ലേസ് തണുത്ത് പോയി. ഓൾറെഡി പൊട്ടി സമയം പോന്നോളോ പൊട്ടിച്ചേ. സത്യം കുപ്പി ഒന്ന് മോളിൽ താട്ടിട്. ഓക്കെ, എത്ര ക്വസ്റ്റ്യനാ? അത് എനിക്ക് കണ്ടുപിടിക്കാൻ അത്ര ചോദിക്കണം. 5 ക്വസ്റ്റ്യൻ മിനിറ്റ് ചോദിക്കാം. ഓക്കെ, ഇനി ഒരു 3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്യും. ചോദിക്കാം എന്റെ അടുത്താ. ഞാനതിന് ഇനി ലേസ് ഓർമ്മ എടുത്തിട്ട് നടുക്കൂന്ന് പൊട്ടിക്കും. ഇത്ര വിളിക്കണോ ലേസ്? പൊട്ടിച്ചു. ഓക്കെ, ലേസ് അല്ല. അടപ്പുള്ള പെർഫ്യൂം അല്ലേ? അല്ല, അടപ്പില്ല, അടപ്പ് പോയതാ. പെർഫ്യൂം എന്ന് പറഞ്ഞാൽ ബോഡി മിസ്റ്റ് ആണോ? ബോഡി മിസ്റ്റ്. ആദ്യം പെർഫ്യൂം ഉണ്ടല്ലോ. മിസ്റ്റ് മീൻസ് സ്പ്രേ ആണല്ലോ. അത്ര സമയം ചെയ്യാൻ. ഇനി ലേസ് കുലുക്കി കാണിക്കും ആ പാക്കറ്റ്. ഓസ്ട്രേലിയയിൽ കുറെ ലേസ് ആണെങ്കിൽ ലേസ് നമുക്കിവിടെ നീങ്ങ മനസ്സിലാക്കാൻ പറ്റില്ല. അടപ്പില്ലല്ലേ? കുറച്ച് കഴിക്കുമോ? എനിക്കത് അറിയില്ല മോണ. ഓക്കെ, ഞാൻ പറഞ്ഞോട്ടെ, എനിക്ക് മനസ്സിലായി. അത് ഹീറ്റ് പ്രൊട്ടക്റ്റൻസ് സ്പ്രേ. മാഗി നൂഡിൽസ് അല്ലേ? ഫെബ്രുവരി അതിങ്ങനെയാ എനിക്കൊക്കെ തിന്നണ്ട. സ്മെല്ല് എനിക്ക് അറിയാം. അടുത്തേക്ക് പോവാം. അപ്പൊ ഇതിന് ഞാൻ ജയിച്ചു, ഇവിടെ ജയിച്ചു. അല്ല, ഞാൻ ഇവിടെ പറ്റും. നോക്കല്ലേ? ഇല്ല. ഓക്കെ, ആദ്യം നോക്കാം. എന്റെ കയ്യിലുള്ളത് ക്യാഷ്യൂനട്ട്. ഓക്കെ, താഴോട്ട് എത്ര മോളുണ്ടല്ലേ? മോളിൽ താഴോട്ട്. കൂടി ഇടുവോ? ഒരു ഇടാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത പ്രാവശ്യം എന്റെ കയ്യിലുള്ളത് എഗ്ഗോ തലക്കിന്റെ അടിക്ക് തലക്കടിച്ച് നീ കാണും. അങ്ങോട്ട് ആകെ താഴെ ടേബിളിൽ ഇട്ടുകൊണ്ട് ഇത് പൊട്ടൂല്ലേ? പൊട്ടിയാൽ നീ തൂക്കും.
അതെന്താ നോക്കണ്ട ക്യാഷ് അല്ലേ പകുതി കഴിഞ്ഞു സൗണ്ട് ഇല്ലല്ലോ എഴുതിച്ചെന്താ നല്ല മുട്ടയല്ലേ മണക്ക് മുളക്കാൻ വെറുതെ വന്നതല്ലേ ഓക്കെ ഇനി ഇതിനിടയ്ക്ക് ക്യാഷ് അല്ലേ മോള് ഇന്നൂടെ താഴെ പകുതിയല്ലേ ഉള്ളൂ ഓ ഇപ്പോഴും അത്രയും വെയിറ്റ് ഓക്കെ 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 മനസ്സിലായി തിന്നില്ല അല്ലേ കുറച്ച് ആ എന്നോട് ചോദിച്ചു ഇനി മുട്ട പിടിച്ച കൈയില്ലേ ആ കൈ എടുത്ത് ഇനി നോക്ക്. നല്ല ചലഞ്ചാ ഇതിനിടയ്ക്ക് ക്യാഷ് അല്ലേ അത് ഏതായാലും 2 പീസ് ഉണ്ടാവുമല്ലോ ഇല്ല വീഴുള്ളൂ. എന്താ ക്യാഷിന്റെ 2 പീസ് പൊട്ടിയിരിക്കുന്നത് ഒരു ക്യാഷ് ആ 2 പീസ് പൊളിക്കും അങ്ങനെ രണ്ടായിട്ട് താഴെ ഒരു പീസേ വീണുള്ളൂ കുഴപ്പമില്ല വീഴത്ത് 2 കൂടെ എങ്ങനെ വീഴുന്നത് ഓക്കെ ആ നീ എന്നോട് ചോദിച്ചു ഇനി മുട്ടയിലൊന്നും നക്ക് വേണ്ട മുട്ടയിൽ എവിടെയെല്ലാം ഗുണം കൂട്ടിയാൽ മതി പക്ഷെ 3 കൊണ്ടണം ഇതുമാതിരി പ്ലാസ്റ്റിക് ടേബിളാ ഒറ്റ മാറുന്നുണ്ടോ ക്യാഷ് ഫുള്ള് തിന്നാ പിന്നെ എനിക്ക് അടുത്ത ഫുള്ള് എനിക്ക് തിന്നാൻ താല്പര്യം ഫുള്ള് നിന്ന് ചവയ്ക്കുന്ന സൗണ്ട് എനിക്ക് കേൾക്കണം ക്യാഷിന് ഇവിടെ താമസിക്കുന്നുണ്ട് എന്തായാലും ചവയ്ക്കണം ഓക്കെ എനിക്ക് മനസ്സിലായിരുന്നത് മുട്ട എന്റെ അടുത്തുള്ള ക്യാഷ് അല്ല ഉള്ളി ക്യാഷ് ഇല്ല ഞാൻ ചെയ്തു ഞാൻ കറക്റ്റ് വെള്ളം പറഞ്ഞില്ലേ എന്നോട് പറഞ്ഞത് സത്യം പറഞ്ഞത് നീ ജയിച്ചു സമ്മതിച്ചു ആണല്ലേ പക്ഷെ ഞാൻ പറഞ്ഞത് ജയിച്ചെന്നു ഓ അത് ശരിയായിരുന്നു നമ്മൾ രണ്ടുപേരും ജയിച്ചോ ശരിയാ മുട്ടയുടെ സൗണ്ട് വരുന്നില്ലായിരുന്നു ഞാൻ ഗസ് ചെയ്യണായിരുന്നു ഉള്ളിയാണ് ഞാനതിന് മറക്കാൻ പറയണായിരുന്നു നല്ല നക്കിയ പോലെ അടുത്തല്ലേ എന്റെ അടുത്തിന് പോകാൻ നോക്കട്ടെ എന്റെ അടുത്തിന്റെ ഞാൻ ഒന്ന് എടുത്തിട്ട് തരാവേ സാധനം എടുത്തു തരാം നല്ലൊരു സാധനം നോക്കല്ലേ ഓക്കെ ഓക്കെ അതെ ഞാൻ അല്ല ഞാൻ എന്താ പറയുന്നത് എന്റെ അടുത്ത് ബോഡി സ്ക്രബോ ബോട്ടിലാണോ അല്ല ഒരു ടിന്ന് ടിന്നോ ആ ഓക്കെ ടോർക്ക് ടിന്ന് മണം പിടിക്കാൻ പറ്റില്ല ഓക്കെ നിന്റെ അടുത്ത് എന്താ എന്റെ അടുത്തുള്ളത് ഒരു ജ്വല്ലറിയുടെ ബോക്സ് കൊട്ട് ഫാനൊക്കെ വെക്കുന്നുണ്ടായിരുന്നു തന്നെയല്ലേ എന്നോട് ചോദിച്ച ഞാൻ ചോദിക്കട്ടെ അല്ലേ ഓക്കെ ഇനി സ്ക്രബ് ഇച്ചിരി എടുത്തിട്ട് കയ്യിലിട്ടിട്ട് ഇത് എന്റെ സ്ക്രബ് അല്ല അതിനെന്താ ഇതിന്റെ ഓണർ കാണല്ലേ എന്റെ ഒതിരെടുക്കണം ഇച്ചിരെടുത്താ മതി സ്മെല്ല് പറ്റില്ല മോളെ മണമൊന്നും ഇല്ലല്ലോ അങ്ങോട്ട് വരാത്ത രാവിലെ തൊട്ട് നിങ്ങൾക്ക് വയ്യല്ലേ ഇനി അടുത്ത് ജ്വല്ലറി ബോക്സ്
തുറന്ന ഫോഴ്സിൽ അതെന്താ ജ്വല്ലറി ബോക്സാ? എന്താ ഇങ്ങനെ തുറക്കില്ലേ? തുറന്നോ? അങ്ങനെയുള്ളതല്ല, പിന്നെ അങ്ങനത്തെ തരത്തില്ല. അതൊക്കെ പഴയതായിട്ട് ലൂസാണ്. അല്ല, അടപ്പില്ലേ? അടപ്പ് തുറന്നു വന്നോ? എന്നുവെച്ചാ ഇപ്പൊ ഉള്ളിലെ സാധനം ഫുള്ള് ഉണ്ട് കാണാം. ഉള്ളിലെ സാധനമൊന്നുമില്ല. ആ സാധനം ഉണ്ടായിരുന്നു കാണായിരുന്നല്ലോ. ആ ജ്വല്ലറി ബോക്സിന്റെ അടപ്പ് നല്ല ഫോഴ്സിൽ തിരിച്ചടയ്ക്കും. ഈശ്വരൻ എനിക്ക് മനസ്സിലായി. എന്നോട് ചോദിച്ചു. ഇനി ആ സ്ക്രബിന്റെ പുറത്തെന്താ എഴുതിയിരിക്കുന്നതെന്ന് വായിക്കേ. ബോഡി സ്ക്രബിൽ തരിതരി ഉണ്ടോ? പിന്നെ ഒരാൾ സ്ക്രബാവും. ഓക്കെ മതി. ക്വസ്റ്റ്യനെ ജ്വല്ലറി ബോക്സ് ഈ പെട്ടിയുടെ ഹൈറ്റിൽ താഴെ നോക്കില്ല. പെട്ടിയുടെ ഹൈറ്റിൽ തന്നെ ഇരുന്നേ. അമ്മേ ഒരു ക്വസ്റ്റ്യൻ കൂടെ. എന്താ മണ്ട എഴുതിയിരുന്നേ? ജ്വല്ലറി ബോക്സ് ഇതിന്റെ മുകളിലൊന്നും എഴുതിയിട്ടൊന്നുമില്ല. ഒന്നും എഴുതാം. ജ്വല്ലറി ബോക്സാ? ജ്വല്ലറി ബോക്സ് വെച്ചാൽ ഗോൾഡിന്റെ ബോക്സ് അല്ല. അല്ലാതെ നിങ്ങൾ ചുമ്മാ ഒരു ഡബ്ബ പ്ലാസ്റ്റിക് ഈ സൗണ്ടല്ലേ? ഓക്കെ, നല്ല വീടാണ് പ്ലാസ്റ്റിക്. ഓക്കെ, ചോദിച്ചു. സ്ക്രബിന്റെ കളർ എന്താ? ഉള്ളിലോ പുറത്തെയോ? അകത്ത് സ്ക്രബ് വേസ്റ്റിന്റെ കളർ വൈറ്റ്. വൈറ്റോ? വൈറ്റ് എന്ത് കളറിലുള്ള ഡോട്ട്സ് ആണ്? ഓറഞ്ച്. ഓറഞ്ച് ഡോട്ട്സ്? ഓറഞ്ച് പോലത്തെ ഒരു കളർ, ബ്രൈറ്റ് കളർ. ഓക്കെ. ജ്വല്ലറി ബോക്സ് തുറന്നടച്ചോണ്ടിരിക്കും. അങ്ങനെ മൂന്നാണ്. ഇതിനകത്തുള്ള ജ്വല്ലറി ബോക്സ് അല്ല. എന്താ? എനിക്ക് മനസ്സിലാക്കിട്ട് ഒന്നുമില്ല. കൈയിട്ട് കഴിക്കണം. അത് എന്നത് വേണം, കുറച്ച് വേണം. ഇനി ഈ സ്ക്രബിന്റെ മുകളില് മറ്റേ സിൽവർ ഫോയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതോ എന്തെങ്കിലും ഒരു അടപ്പ് പോലെ ഉണ്ടോ? ഒരു പട്ട പ്ലാസ്റ്റിക് അടപ്പ്. ഓക്കെ, നിന്റെ സ്ക്രബ് തന്നെ. അനുവരത്തിലാണ് എനിക്ക് വിഷമം. ഞാൻ സിൽവർ ഫോയിൽ സൗണ്ട് കേട്ടാ എനിക്ക് സാധനമില്ലല്ലോ. ഇല്ല. അപ്പൊ ഈ കളിയിൽ ആരാ ജയിച്ചേ? ഞാനല്ലേ? അല്ല, ഞാനാ. അതെങ്ങനെ? ഇതിപ്പോ ഇത് കറക്റ്റ് ആയില്ലേ? പക്ഷെ എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ നീ തരുവായിരുന്നെങ്കിൽ ഞാൻ കറക്റ്റ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നോ? എന്നെ സ്ക്രബ് തുറന്നു നോക്കിയിട്ടില്ല. പക്ഷെ നീ വൈറ്റ് സൈഡിൽ ഓറഞ്ച് അല്ലായിരുന്നു ഇല്ലാതെ ഞാൻ എനിക്ക് മനസ്സിലാവണമായിരുന്നു. അലോവേര അല്ലാതെ എന്താ പറഞ്ഞ കളിക്കണം. ഓറഞ്ച് ഇല്ലാതെ ഞാൻ നിങ്ങൾ കമന്റ്സിൽ പറയും ആരാണ് ജയിച്ചതെന്ന്. ഞാനാണെന്ന് എനിക്കറിയാം. ഞാൻ രണ്ടെണ്ണത്തില് നമ്മൾ രണ്ടും തോറ്റു. ലാസ്റ്റ് പേര് ഞാൻ ജയിച്ചു. ഓക്കെ.